ഹലോ ഗൈസ്, ഇവിടെ ഞാൻ റീസെന്റ് പുതിയ താർ റോക്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞത് ഞാൻ എടുത്തതൊന്നല്ല, ഇതിന്റെ ഒരു ഫ്രണ്ടിന്റെ ഒക്കെ ഞാൻ അടിച്ചു മാറ്റിയതാണ്. ചെക്കൻ വല്ലാണ്ട് ഷോ കണ്ടിട്ടപ്പോൾ ഞാൻ എടുത്തു കൊടുക്കുന്നതാണ് ഗൈസ് ഈ വണ്ടി. സംഭവം എന്താ വെച്ചാൽ ഓൻ എൻ്റെ വണ്ടി കൊടുന്ന് കത്തിച്ച്, അപ്പോൾ ഓൻ്റെ റിവെഞ്ചായിട്ട് ഞാൻ ഈ വണ്ടി കൊണ്ട് എടുത്ത്. ജസ്റ്റ് മിസ്സാണ് കേട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ആ ചങ്ങാനെ വീടിച്ചിട്ടിരുന്ന്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരെ നിങ്ങൾ കാണാം, ഞാൻ അവിടെ ഐക്കാർഡിൽ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ. അപ്പം നമുക്ക് നേരെ ഇവിടേക്ക് എടുക്കൂല, പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. സംഭവം എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ 5 പൈസ അല്ല കൈസ്, എങ്ങനെയും കുറച്ച് ക്യാഷ് ഉണ്ടാക്കണം. 5 പൈസ അല്ല എൻ്റെ കയ്യിൽ. ഈ താറ് റോക്സ് എടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇതിൽ പെട്രോൾ അടിക്കാൻ പോലും ക്യാഷ് ഇല്ല. എടുത്തതല്ല, അവൻ്റെ ഒക്കെ അടിച്ചു മാറ്റിയതാണ്. ഇതുവരെയായിട്ട് അറിഞ്ഞിട്ടൊന്നുമില്ല ഞാൻ അടിച്ചു മാറ്റിയെന്ന്. ഞാൻ അവനോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ പുതിയതായിട്ട് എടുത്തതാണ്. വണ്ടിയുടെ പെയിന്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിറ്റിയിൽ ഈ വണ്ടി ഓടിച്ച് നടക്കുന്നത്. അവൻ്റെ വീടാ നേരെ കാണുന്നതാണ്. ചെക്കന് അറിഞ്ഞിട്ടൊന്നുമില്ല, വല്ലാണ്ട് ഇവിടുന്ന് ഷോട്ടപ്പോൾ ഞാൻ അടിച്ചു മാറ്റിയതാണ് കേസ് ഈ വണ്ടി. അപ്പം നമുക്ക് ഈ വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ പോലും ക്യാഷ് ഇല്ല. ഞാൻ വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. എൻ്റെ ഒക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ പൈസ ഇല്ല. അവിടെ ഇടിച്ചിട്ടാ പോസ്റ്റർ. നമുക്ക് വണ്ടി ഇവിടെ കുറച്ച് നേരം ഒന്ന് നിർത്തിയിടാം. എൻ്റെയൊക്കെ ക്യാഷ് തന്നെയല്ല. ഇപ്പം എങ്ങനെയാലും ക്യാഷ് ഉണ്ടാക്കാനുള്ള ഐഡിയ നോക്കണം. എങ്ങനെയാണ് കേസ് പൈസ എങ്ങനെയും ഉണ്ടാക്കണം, അതാണെങ്കിൽ ഇപ്പം എൻ്റെ ലക്ഷ്യം. അല്ലാണ്ട് ഈ വണ്ടി ഓടിച്ച് കിടന്നിട്ട് കാര്യമില്ലല്ലോ, ഇതിൽ പെട്രോൾ അടിക്കാൻ പോലും ക്യാഷ് ഇല്ല നമ്മളൊക്കെ. വണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ലെവലാണ്. മേലെ പാനോറമിക് സൺറൂഫ് അങ്ങനെ എന്തോ വരുന്നുണ്ട്. പിന്നെ ഈ വണ്ടി സെയിലാക്കിയാലാന്നുണ്ട്. വേണ്ട കൈസ്, ഈ വണ്ടി ഞാൻ സെയിലാക്കുന്നില്ല. ഈ വണ്ടി ഇപ്പോൾ ലോഞ്ച് ആയിട്ടുള്ളൂ. സെയിലാക്കിയാൽ ക്യാഷൊക്കെ കിട്ടും, ബട്ട് ഞാൻ സെയിലാക്കുന്നില്ല. അത്രക്കും ക്യാഷ് ഇല്ലാത്തവനാന്ന് വിചാരിക്കണ്ടല്ലോ ആരും. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണെങ്കിൽ ക്യാഷ് ഉണ്ടാക്കണം. എനിക്ക് പണിക്ക് പോകാൻ ഭയങ്കര മടിയാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പണിക്ക് പോകാണ്ട് എങ്ങനെയാലും ക്യാഷ് ഉണ്ടാക്കാനുള്ള ഐഡിയ നോക്കി നടക്കുന്നത്. ഒരു മിനിറ്റ്, ആരോ വിളിക്കുന്നുണ്ടല്ലോ, ഞാൻ എന്തായാലും ഒന്ന് എടുത്തു നോക്കട്ടെ. അല്ല, ഇതിപ്പോൾ ആരാ? നമ്മൾ അന്തർമാനല്ലേ വിളിക്കുന്നത്. എന്തായാലും ഒന്ന് കോൾ എടുത്തു നോക്കാം. എടാ പറയടാ. ഓടോ, പിന്നെ ഞാൻ പറയാൻ വന്ന ഓളൊന്നുമില്ല. നമ്മൾ ജൂറാസിക് പാർക്കിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഇന്ന് അവിടെ ബീച്ചിൽ വരെ പോയി വന്നപ്പോഴേ അവിടെ ഒരു വണ്ടി കിടക്കുന്നടാ. അതെന്ത് വണ്ടിയാടാ? തന്നെ ഞാൻ പറയണ്ടേ, ഒരു ബസ്, ഒരു ഗോൾഡൻ കളർ ബസ്. അത് പ്യൂർ ഗോൾഡാ തോന്നണേ. ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ തന്നില്ല. കാരണം ഇന്ന ജൂറ അല്ല ഡൈനോസറും പിടിച്ച് തന്നാൽ എനിക്ക് ജീവിക്കേണ്ടത് തന്നെയും. ഇനിയിപ്പോൾ ഞാൻ ചെയ്യണ്ടി? നീ ഇത് പറയാനാണോ വിളിച്ചത്? നീ എന്തായാലും വണ്ടി നിർത്തോടോ, അടിപൊളി വണ്ടിയോടോ ബസ്. ഡയമണ്ട് അല്ലേ ഗോൾഡ് കളർ ബസ്, പ്യൂർ ഗോൾഡാന്നാ തോന്നണേ. അവിടെ അതൊരു മരത്തിമ ക്രാഷായി എടുക്കുകയാണ് വണ്ടി. എനിക്ക് എടുക്കണം. എന്താണെന്ന് എന്നെ വല്ല ഡൈനോസർ പിടിച്ചിട്ട് ഇന്നൊന്നും വിചാരിച്ചിട്ട് ഞാൻ എടുത്തില്ല. അതുകൊണ്ട് നിനക്ക് പറഞ്ഞിരുന്നേ, നിന്നോട് മാത്രമേ ഈ കഥ ഞാൻ പറയുന്നുള്ളൂ. നിനക്ക് തന്ന ഓഫറാണ്. നീ വാങ്ങുന്നുണ്ടെങ്കിൽ പോയി അടിച്ചു മാറ്റിക്കോ അവൻ്റെ ഉള്ളിന്ന്. എന്നിട്ട് അത് കൊണ്ടുപോയി സൈഡാക്കിക്കോ. എന്നിട്ട് പകുതി ക്യാഷ് എനിക്ക് തന്നാൽ മതി. ഒരു 50% എനിക്ക് തന്നാൽ മതി, ബാക്കി നീ എടുത്തോ. 50%? ഞാൻ അടിച്ചു മാറ്റാൻ വേണം, പകുതി കാശ് നിങ്ങൾക്കും വേണം. അങ്ങനെ പണി ശരിയാക്കില്ല. വേണമെന്നുണ്ടെങ്കിൽ 20% തരാം. ഒരു വലിയ ബസ്സല്ലേ, അത്യാവശ്യം കാശ് കിട്ടും. ഇന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു 20-30% തരാം. അതെന്തോടോ, ഞാനല്ലേ എനിക്ക് ഈ പ്ലാൻ പറഞ്ഞു തന്നത്. അയച്ചിട്ട് ഞാനല്ലേ പോയി എടുക്കണത്. എൻ്റെ ജീവൻ പണയം വെച്ചിട്ടല്ലേ ഞാൻ പോയി എടുക്കണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്ര തരാം, അല്ലെങ്കിൽ ഞാൻ ആ വണ്ടിയിൽ നിന്ന് അത്രയും കൂടി തരില്ല. ഒന്ന് ശരി, അത്രയും അത്ര. ഞാൻ എന്തായാലും പോയിട്ട് ആ വണ്ടി ഒന്ന് നോക്കി വെക്ക്. നിന്നെ കൊണ്ട് അടിച്ചു മാറ്റാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അടിച്ചു മാറ്റിയിട്ട് നീ വണ്ടി കൊണ്ട് സെയിലാക്കിയിട്ട് ക്യാഷ് ഉണ്ടാക്കിയിട്ട് എനിക്ക് കുറച്ച് പകരുതാ. ഞാൻ പിന്നെ ഞാൻ വിളിക്കാളോ, നീ അടിച്ചു മാറ്റാൻ ശേഷം ഒന്ന് വിളിക്കൂട്ടാ. ഇക്കിപ്പോൾ വേറെ തിരക്കുണ്ട്. അപ്പം എന്നാ ശരി. ഓക്കെ ശരി ഗൈസ്, നമ്മൾ അന്തർമാനിക്ക വിളിച്ചിട്ട് പറയണതേ, ഈ ജൂറാസിക് പാർക്കിലാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ഗോൾഡൻ ബസ് അവിടെ ഇടിച്ച് കിടക്കുന്നുണ്ട്. ഇതരെ പുതിയല്ല, പഴയതുണ്ടാവും. എനിക്ക് തോന്നണ വല്ല ടൂറിസ്റ്റരേ ജൂറാസിക് പാർക്കിലോട്ട് കറങ്ങാൻ വന്നിട്ട്, അയ്യോ വണ്ടി കൊണ്ടേ കുത്തിയല്ലോ. ജൂറാസിക് പാർക്കിലോട്ടേ കറങ്ങാൻ വന്നിട്ട് വല്ല ഡൈനോസർ വല്ല ഓടിച്ചപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി ഉണ്ടാവും എന്നാ തോന്നണേ. ആ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ഇത്രേ നമുക്ക് എങ്ങനെയും പോയിട്ട് ആ വണ്ടി അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരാം. എന്നിട്ട് വിറ്റിട്ട് നമുക്ക് പകുതി കാശ് അന്തർമാൻക്കാക്കും കൂടി കൊടുക്കണം. അന്തർമാൻക്ക് കൊടുക്കണം. എപ്പോഴും കാക്കാന്നാ വിളിക്കണ്. എന്താണാവോ, അങ്ങനെ ആയിപ്പോയി. ഓക്കെ, നമുക്ക് നേരെ ജൂറാസിക് പാർക്കിലോട്ട് പോവാം. അയ്യോ, ഈ വണ്ടിയിട്ട് പോയി പണി പാളും. കാരണം ഇത് പുതിയ വണ്ടിയാണ് ഗൈസ്. ഇത് ഇന്ത്യയും കൂടി അല്ല ഒന്നാമത്. ഇന്ത്യ തന്നെയാണ്. ഞാൻ അവനോട് ഇന്ത്യതാന്നാ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്കറിയണല്ലേ ഇത് ഇന്ത്യതല്ലാന്ന്. അപ്പോൾ ഈ വണ്ടി നമുക്ക് എന്തായാലേ അല്ല വേണ്ട, വീട്ടിൽ പോയിട്ട് എൻ്റെ ഒരു പഴയ ബൈക്ക് ഉണ്ട്, ആ ബൈക്ക് എടുത്തിട്ട് വരാം. സംഭവം എന്താ വെച്ചാൽ അവിടെ നമ്മൾ ഈ വണ്ടി ഉപേക്ഷിക്കേണ്ടി വരും ആ ബസ് എടുത്തിട്ട് വരുമ്പോൾ. അപ്പോൾ ഈ വണ്ടി ഒന്നും അവിടെ വിട്ടിട്ട് വരാൻ പറ്റില്ല ഗൈസ്. ഈ വണ്ടി ഇപ്പോൾ ലോഞ്ച് ആയതേ ഉള്ളൂ. അപ്പോൾ ഇതിനും കളഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നഷ്ടപരിഹാരമാണ് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ വണ്ടി.
ഇത് എൻ്റെ ഉപ്പപ്പാൻ്റെ വണ്ടിയാണ് ഗൈസ്. ആള് പുതിയ വണ്ടി കൊടുത്തപ്പോൾ നമ്മളെ വീടിൻ്റെ ബാക്കിൽ വണ്ടി കൊണ്ടുപോയിട്ടിട്ട് പോയി. സത്യം പറഞ്ഞാൽ ഈ വണ്ടിക്ക് പൊല്യൂഷൻ ഒന്നുമില്ല. എല്ലാ ടെസ്റ്റും തെറ്റി കിടക്കുകയാണ്. അതുകൊണ്ട് ഈ വണ്ടി അവിടെ ഇട്ടത്. വല്ല പോലീസും കണ്ട അവരെ കയ്യിൽ ഈ വണ്ടി കൊടുത്തിട്ട് പോവുക, അത്രേ ഉള്ളൂ. ഫൈനും നടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഈ വണ്ടി അതുകൊണ്ടാണ് ഞാൻ ആ ജുറാസിക് പാർക്കിൽ കൊണ്ടുപോയിടാന്ന് പറഞ്ഞത്. അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ എന്നാ ജുറാസിക് പാർക്കിലോട്ട് പോയിട്ട് ആ വണ്ടി കൊണ്ട് അടിച്ചു മാറ്റാം. എത്ര ആൾക്കാരെ വണ്ടി കൊണ്ട് കുത്തണമെന്നറിയോ? നമുക്ക് മെയിൻ്റെ ആക്കണ്ട ഗൈസ്. ഫൈൻ അടക്കണ്ട, ഒന്നും അടക്കണ്ട. നേരെ അങ്ങോട്ട് ജുറാസിക് പാർക്കിലോട്ട് പോവാം. എന്നിട്ട് നേരെ മെല്ലനെ ആ ബസ് അവിടെ ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും. നല്ല റിസ്ക് എടുത്തിട്ടാണ് ഗൈസ് ഞാൻ പോണത്. എനിക്ക് നല്ല പേടിയുണ്ട് സത്യം പറഞ്ഞാൽ. ആ ഡൈനോസറായിട്ട് പിടിച്ച് മിണിഞ്ഞ പോയി ഗൈസ്, കാര്യം പോയി. സത്യം പറഞ്ഞാൽ ഈ ബൈക്കുമ്മലാണ് ഞാൻ പോണത്. കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി സേഫ് ആയിരുന്നു. ബൈക്ക് അവിടെ ഉണ്ടെങ്കിൽ ഗൈസ് അന്തർമാൻ പറഞ്ഞല്ലേ, അവൻ പറഞ്ഞ എന്തായാലും റെഡി തന്നെയാവും. നമുക്ക് എന്തായാലും ആ ജൂറാസിക് പാർക്കിൻ്റെ അവിടെ പോയിട്ട് നോക്കി നോക്കാം അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഓക്കെ, നമ്മൾ ഈ ജൂറാസിക് പാർക്കിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ വലിയൊരു ഗേറ്റ് പോലത്താണ്. ഇതിപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി അടയും. സെൻസറാണ് ഗൈസ്. ചെറിയൊരു പ്രശ്നമുണ്ട്. എവിടെയാണ് ഗൈസ് ആ ബസ്? ഏത് വായിലാണ് പോയി കിടക്കണം? എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. ഡൈനോസറാട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ മിണിങ്ങി പോയി കാര്യം. ഇവിടെ എവിടെയാണ് ഗൈസ് ആ ബസ്? ഇവിടെ കാണാനില്ലല്ലേ. ഫൈനലി ഗൈസ് ഞാനൊരു സംഭവം കാണിച്ചു തരാം. നമ്മൾ കുറേ നേരത്തിന് ശേഷം നമ്മൾ ആ ബസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. വെറുതെ എല്ലാം വേഗം കാണാൻ കാരണം വേറെ ഒന്നല്ല, ഈ റോഡ് സൈഡിൻ്റെ ഭാഗത്തായിട്ട് തന്നെയാണ് ഈ വണ്ടി കിടക്കുന്നത്. പക്ഷെ ഇതുവരെയായിട്ട് ആരും ഇത് എടുത്തു കൊണ്ടിട്ടില്ല. ഭാഗ്യമുണ്ട്, കാരണം എല്ലാവർക്കും ഇതിനുള്ളിൽ കയറാൻ പേടിയാണ്. ഡൈനോസർ പിടിച്ച് തിന്നൊന്നും പറഞ്ഞിട്ട്. നമ്മളിത്തിരി ധൈര്യമുള്ള കൂട്ടത്തിലായതുകൊണ്ട് നമുക്ക് ഇത്തിരി പേടിക്കാനൊന്നുമില്ല. നമുക്കെന്തായാലും ഈ സ്കൂട്ടർ വിട്ടിരിക്കട്ടെ കൈ. അതുകൊണ്ടാണ് ഞാൻ ഈ സ്കൂട്ടറായിട്ട് വരാൻ പറഞ്ഞേ. ഈ വണ്ടി എന്തായാലും ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരും. മറ്റേ താറ് റോക്സൊക്കെ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ മൂഞ്ചേരുന്ന് കൈസ്. ഈ വണ്ടി ഇവിടെ ഇട്ട് പോയാൽ ശരിയാവില്ല. ഓക്കെ, ഈ വണ്ടി ഇവിടെ ഇടിച്ച് കിടക്കുകയാണ്. തോന്നുന്ന അവന്മാർ ഞാൻ പറഞ്ഞ തന്നെയാണ്, ടൂറിസ്റ്റുകാർ വന്നിട്ടേ വല്ല ഡൈനോസറിനാണ്ടപ്പോൾ പേടിച്ചിട്ട് വണ്ടി ഇവിടെ ഇട്ട് ഓടിയവർ. അപ്പോൾ വണ്ടി ആ മരത്തിൽ പോയി ഇടിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ്. റോട്ടിലേക്ക് ഇവിടുന്ന് ഓടിയവർ ഓടിയുണ്ടാവും, കണ്ടം വഴി ഓടിയുണ്ടാവും. ചിലപ്പോൾ അവർ ഇത് എടുക്കാൻ വേണ്ടി വരാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടാവും. അതിനൊന്നും പറ്റി നമ്മൾ തന്നെ എടുത്തുകൊണ്ടേ. നമുക്ക് എന്തായാലും ഇനി ഈ വണ്ടി കൊണ്ടുപോയി സെയിലാക്കിയിട്ട് ബാക്കി പൈസ അല്ല ഒരു 20% നമ്മൾ അന്തർമാനക്കാർക്ക് കൊടുത്തിട്ട് ബാക്കി നമുക്ക് തന്നെ എടുക്കണം. ഓക്കെ, നമ്മൾ പുറത്തേക്ക് ഈ വഴിയിൽ കിടക്കാം. ഓക്കെ, ഇവിടെ കവാടം തുറന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കടന്നിട്ട് ഇവിടെ ഒരു പണയത്തിന് കൊടുക്കണ സ്ഥലമുണ്ട് ഗൈസ്. അവിടെ കൊണ്ടുപോയിട്ട് ഈ ബസ് കണ്ട് സെയിലാക്കിയിട്ടേ ക്യാഷ് ഉണ്ടാക്കണം കുറച്ച്. ഗൈസ് നമ്മളങ്ങനെ ആ ബസ്സൊക്കെ കൊണ്ടുപോയി സെയിലാക്കിയിരുന്നു. നമുക്ക് അത്യാവശ്യം ക്യാഷ് കിട്ടി ഗൈസ്. ഒരു നല്ല വലിയ കട്ടിയുള്ള ഗോൾഡൊക്കെ ആയിരുന്നു ഗൈസ്. നമുക്ക് 1 കോടിക്ക് അടുത്തോളം കിട്ടി. അതിൽ പകുതി ക്യാഷ് നമുക്ക് അന്തർമാൻ കൊടുക്കണം. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബാങ്ക് ബാലൻസ് കാണിച്ചു തരാം. ഇതാ കണ്ട ഗൈസ്, എൻ്റെ ബാങ്ക് ബാലൻസ് ഇപ്പോൾ വിഡ്രോ ആയിട്ടുള്ളൂ. ഓക്കെ, നമുക്കങ്ങനെ ക്യാഷൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറേ ക്യാഷ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് വീടുകളൊക്കെ എടുക്കണം കുറേ. പിന്നെ നമുക്ക് കുറച്ച് വണ്ടികളൊക്കെ എടുക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഏതൊക്കെ വണ്ടി എടുക്കണം, നിങ്ങൾ ഇഷ്ടമുള്ള വണ്ടികൾ കമൻറ്റ് ഇട്ട് ഗൈസ്. നിങ്ങൾ പറയണ കമൻറ്റിൽ ഞങ്ങൾക്ക് ഒരാളെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ പറയണ വണ്ടികളൊക്കെ മേടിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതല്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു താറ് റോക്സും കൂടി എടുക്കണം ഗൈസ്. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും, കമൻറ്റ് ബെല്ലോ. കമൻറ്റോടെ ആര് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക ഗൈസ്, ഏത് വണ്ടി വേണമെങ്കിലും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയി കിട്ടാം. എന്തായാലും അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ വീണ്ടും വരാം. അപ്പോഴത്തേക്കും ബൈ ബൈ ഗൈസ്.